സാധാരണക്കാർക്ക് അല്ലെങ്കിൽ സിബിൽ സ്കോർ നല്ല അളവിൽ നിൽക്കുന്ന നല്ല 700-750 മുകളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റിന് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. 400ഒക്കെയാണ് നിങ്ങളുടെ സിബിൽ സ്കോർ എങ്കിൽ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണ്? നിങ്ങളുടെ സിബിൽ സ്കോർ വർദ്ധിപ്പിക്കുക, നല്ല രീതിയിൽ ഉയർത്തുക. അതിനെന്ത് ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് പറയുന്ന കാര്യം EMIകളെല്ലാം കൃത്യസമയത്തിന് നിങ്ങൾ അടച്ചിരിക്കണം. ഒരു ദിവസം പോലും നിങ്ങൾ അവിടെ ലേറ്റ് ആക്കാൻ പാടില്ല. നിങ്ങളുടെ അക്കൗണ്ടിൽ കൃത്യമായിട്ട് പൈസ ഉണ്ടായിരിക്കണം, നിങ്ങളത് അടച്ചിരിക്കണം. പിന്നെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്ന സാധനം 30% താഴെ നിങ്ങൾ നിർത്തിയിരിക്കണം. നിങ്ങൾക്ക് ഇത്രയും യൂസ് ചെയ്യാനായിട്ട് ക്രെഡിറ്റ് കാർഡിനകത്ത് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, ക്രെഡിറ്റ് കാർഡോ നിങ്ങൾക്ക് ക്രെഡിറ്റ് ആയിട്ട് അനുവദിച്ച എമൗണ്ടോ എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ 30% മാത്രമേ നിങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അത്രയും നിങ്ങൾ ഉപയോഗിക്കാൻ പാടൂ എന്നാണ് ബാങ്കുകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അല്ല, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ക്രെഡിറ്റ് കാർഡ് എടുത്തതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ അവിടെ ഒരു 50,000 രൂപയുടെ ക്രെഡിറ്റ് കാർഡാണെങ്കിൽ നിങ്ങളൊരു 40,000 വരേക്ക് യൂസ് ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ ഏകദേശം എന്തായത് ഒരു 90% ഈക്വലായില്ലേ? 80-90 അടുത്ത് വന്നില്ലേ പെർസെൻറ്റേജ്? അങ്ങനെ പാടില്ല. അവർ പറയുന്നത് കൃത്യം 30% മാത്രമേ ഉപയോഗിക്കാൻ പാടൂ. 1 ലക്ഷമാണെങ്കിൽ 30,000 രൂപ എന്നാണ് എക്സാമ്പിളായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലോൺ ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഉപയോഗിക്കുന്നൊരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് 8ൻ്റെ പണി തരുന്ന ഒരു സാധനമാണ്. ഈ ലോൺ ആപ്ലിക്കേഷൻസ് ഇങ്ങനെ മാറി മാറി ഉപയോഗിക്കേണ്ട ഒരു കാര്യം എന്താണ്? ലോണ് പ്രോപ്പറായിട്ട് അടയ്ക്കുന്നുണ്ട്. അങ്ങനെ പോകുന്ന ഒരാൾക്ക് എന്തിനാണ് ഈ ലോൺ ആപ്ലിക്കേഷൻസ് ഇത്രയും എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അതൊരു നല്ല പ്രവണതയായിട്ട് ബാങ്കുകൾ കണക്കാക്കുന്നില്ല എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത് ഷോർട്ടർ പീരീഡിലാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതകാലത്തിൽ മൊത്തം നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്പുകളുടെ കാര്യത്തിലല്ല. വളരെ ഷോർട്ടായിട്ടുള്ള പീരീഡിനകത്ത് ഇത്രയും ആപ്പുകൾ നിങ്ങൾ എന്തിനു ഉപയോഗിക്കണം എന്നുള്ളത് ഒരു സസ്പീഷ്യസ് ആയിട്ടായിരിക്കും ബാങ്ക് കാണുന്നുണ്ടായിരിക്കുക.